ഹായ് കൂട്ടുകാരെ, അങ്ങനെ ടാറ്റ മോട്ടോഴ്സിലേക്ക് വന്നിരിക്കുകയാണ്. ടാറ്റ മോട്ടോഴ്സിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നത് ദാണ്ട് ഇവിടെ ഒരു കയറാനുള്ള ഒരു ടെൻഡൻസി, ഇവിടെയും കയറാനുള്ള ഒരു ടെൻഡൻസി, 14-ാം തീയതി അവസാനത്തെ ക്യാൻഡിലുകളും കയറാനുള്ള ഒരു ടെൻഡൻസി. അത് കാരണം വീണ്ടും ഈ ടെൻഡൻസിയെ ഫോളോ ചെയ്തുകൊണ്ട് വീണ്ടും കയറാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. എങ്കിലും വലിയ കയറ്റമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഈ ഒരു റേഞ്ചിലൊക്കെ തന്നെ കയറുകയും അവിടെ നല്ലൊരു റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് അതിന് നിന്നതുകൊണ്ട് അതിനെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് മുകളിലേക്ക് പോവുകയുള്ളൂ. പിന്നെ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നാൽ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്കാണ് ടാറ്റ മോട്ടോഴ്സ് കയറി. അതായത് മുകളിലേക്ക് എന്നുള്ളൊരു ട്രെൻഡ് മാത്രം നമ്മൾ പറഞ്ഞതുപോലെ പോയിട്ടുണ്ട്. പക്ഷെ അത് പോയതൊരു വലിയ കയറ്റമായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്രയും വലിയൊരു കയറ്റം നടന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പുറകിലേക്ക് നോക്കിയാൽ പെട്ടെന്ന് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പൊക്കെ വന്നിട്ടുണ്ട്, നല്ലൊരു കയറ്റം നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നല്ലൊരു കയറ്റമൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് പോലൊക്കെ നടക്കാം. അത് നടന്നിട്ടുണ്ട്. വീണ്ടും അത് കയറുന്നതായിട്ടാണ് കാണുന്നത്. ഇനി പുറകിലേക്ക് നോക്കുമ്പോൾ അതിനെ ഇപ്പോൾ നമ്മൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ പറയാനൊക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു കയറ്റമാണ്. പുറകിലേക്ക് നോക്കുവാണെങ്കിൽ ആ റേഞ്ച് ദാണ്ട് ഇവിടെ ഈ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇവിടെ മുതൽ ഇവിടേക്ക് ഇത് തിരിച്ച് കയറി വന്നിട്ടുണ്ട്, ശരിയല്ലേ? അങ്ങനെ നമുക്കതിനെ കാണാൻ പറ്റുന്നുണ്ട്. എന്നെ ഒന്ന് നേരെയാക്കി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്കാണത് തിരിച്ച് കയറി വന്നത്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നേരെ ഏതാണ്ട് ഇവിടേക്കും 1120 ഇനിയും കയറ്റം എന്നുള്ള രീതിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1120 1110 വീണ്ടും തിരിച്ച് മുകളിലേക്ക് തന്നെ കയറി പോകാനുള്ള രീതിയിലാണ് ആ ചാർട്ട് കാണിച്ചു തരുന്നത്. പിന്നെ ഇവിടെ നല്ലൊരു കയറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് എന്താണെന്ന് പെട്ടെന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ആ ട്രെൻഡുകളുടെ എഫക്റ്റ് തന്നെ ആയിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കയറ്റം എന്നുള്ള ട്രെൻഡ് മാത്രമേ ഇപ്പോഴും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, പിന്നെ നല്ലൊരു കയറ്റം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിന് പ്രത്യേകിച്ച് ചാർട്ടിനകത്ത് ഒന്നും ഇതുവരെ മനസ്സിലായില്ല. അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും നോക്കി അറിഞ്ഞതോ മനസ്സിലാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഒരു നല്ലൊരു കയറ്റം വന്നു. ഇനി നമ്മളുടെ ബാക്കിയുള്ള ഇനി 19-ാം തീയതിയിലുള്ള കാര്യമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. 1110 1120 ആ ഒരു റേഞ്ചിലേക്ക് വീണ്ടും തിരിച്ചത്. കാരണം ഈ ഒരു ഏരിയയിലേക്കാണ് അത് വന്നിട്ടുള്ളത് അല്ലേ. പുറകിലേക്ക് നോക്കുവാണെങ്കിൽ ഓഗസ്റ്റ് 2-ാം തീയതി ഒക്കെയുള്ള ആ ഒരു സമയത്തൊക്കെ ഉള്ളൊരു ചാർട്ട് വെച്ചിട്ട് ആ ഒരു റേഞ്ചിലേക്കാണ് ഇത് വന്നേക്കുന്നത്. ഇനി ഇവിടെ വന്നിട്ട് ഇനി തിരിച്ച് താഴേക്ക് ഇറങ്ങിയാലും 1070 1080 ആ റേഞ്ചിലേക്കൊക്കെ വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസ് ഉള്ളൂ. താഴേക്ക് വന്നാൽ തന്നെ, കാരണം അവിടെയൊക്കെ നല്ല സപ്പോർട്ടായിട്ട് ഇനി വർക്ക് ചെയ്യും. മുകളിലേക്കാണെങ്കിൽ ഈ ഒരു റേഞ്ച് മുകളിലേക്ക് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1110 വരെ ഒക്കെ പോകാം എന്നുള്ളതാണ് കാരണം ഇത്രയും നല്ലൊരു കയറ്റം കയറിയതുകൊണ്ട് ഇനി വലിയൊരു കയറ്റം കയറുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് ചെറിയൊരു കയറ്റമെങ്കിലും 1110 വരെയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. മുകളിലേക്ക് തന്നെയുള്ള ഒരു ട്രെൻഡ് കാണിക്കുന്നത് കൊണ്ട്. അപ്പോൾ അതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ
നമുക്ക് നോക്കുവാണെങ്കിൽ. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതിൽ വർക്ക് ആവുന്നുണ്ടോ എന്നും കൂടി നോക്കാം. ആയിരത്തി 1110 അടുത്ത ഒരു കയറ്റമായിട്ട് ഞാൻ ടാറ്റ മോട്ടോഴ്സിൽ കാണുന്നത്. ഓക്കെ, ഇത് കാരണം ഇത് വീണ്ടും മുകളിലേക്കുള്ളൊരു ട്രെൻഡ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് മാത്രമല്ല, പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 2-ാം തീയതിയുള്ള ചാർട്ടിൻ്റെ ഒരു റേഞ്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, 1020 വരെ പോകാം, പക്ഷേ നമ്മൾ 1010 എന്നുള്ള ഒരു പോയിന്റ് പറയുന്നതേ ഉള്ളൂ. ഒത്തിരി കയറ്റമായിട്ട്, കാരണം ഇവിടെ എല്ലാം നല്ല കയറ്റം കയറിയത് കൊണ്ട് ഇനി ഒത്തിരി കയറ്റം കയറുമോ എന്നുള്ള കാര്യത്തിലുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, തിരിച്ച് താഴേക്ക് ഇറങ്ങിയാൽ 1080 പിന്നെ താഴേക്കുള്ളൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ, മീൻസ് ആ ഒരു റേഞ്ച് കറക്റ്റ് ആക്യുറേറ്റ് ഈ പോയിന്റിൽ തന്നെ വരിക എന്നുള്ളതല്ല, ആ ഒരു റേഞ്ചിലൊക്കെ അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ് നമ്മൾ ഈ പറയുന്നത്. ആ റേഞ്ചിലേക്കൊക്കെ വരാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ നല്ലൊരു കയറ്റം കയറിയത് കൊണ്ട് ഇതിൻ്റെ നേരെ പകുതിയിലേക്ക് ഇത് ഒന്ന് വരേണ്ടതായിരുന്നു, പക്ഷേ അത് വന്നില്ല. അതിനെന്തെങ്കിലും പുറകിലേക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് നമ്മൾ തപ്പേണ്ടിയിരിക്കുന്നു, അല്ലേ? അതിൻ്റെ ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നോക്കണം, അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത്രയും നീളത്തിൽ ഇതാണ് അതിൻ്റെ പകുതിയായിട്ട് വരേണ്ടത്. അവിടെയാണ് നല്ലൊരു സപ്പോർട്ട്, ഈ ഒരു റേഞ്ച് നല്ലൊരു സപ്പോർട്ട് ലൈൻ ഉണ്ടായിരുന്നു. പിന്നെ അത് ഇങ്ങോട്ട് വരാഞ്ഞതിന് വേറെ എന്തെങ്കിലും റീസൺ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതാവാം ആ റീസൺ എന്ന് ഞാൻ കരുതുന്നു പുറകിലേക്ക്, കാരണം ഒത്തിരി പഴയതാണ്. ജൂലൈ മാസം ഇതൊക്കെ ഉള്ളതാണ്. ഈ ഒരു റേഞ്ചാണ് ഞാനതിൽ കണ്ടത്. ഓക്കെ, ഇങ്ങനെ കിടക്കുന്ന ഒരു റേഞ്ച്, ആ റേഞ്ചിലേക്കാണത് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഒത്തിരി പഴയുള്ള ചാർട്ടുകളിലെ കാര്യങ്ങളും ചിലപ്പോൾ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ വേറൊരു സംഭവം കൂടിയുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ നല്ലൊരു കയറ്റം കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ചും താഴേക്ക് വരും എന്ന് നമുക്കറിയാം. നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് പകുതിയാണ്. ഇനി നമ്മൾ കരുതി വെക്കേണ്ട ഒരു കാര്യം, പകുതിയോ അല്ലെങ്കിൽ പകുതിയുടെ പകുതിയോ, അല്ലേ, പകുതിയുടെ പകുതിയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കണം. പിന്നെ അതേപോലെ നമ്മൾ പുറകിലേക്ക് നോക്കുമ്പോൾ മറ്റെന്തെങ്കിലും സാധ്യതകൾ, ഇതേപോലെ ഈ കാണുന്ന ഏരിയയിലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നുള്ള റീസണൊക്കെ ഇവിടെ നടന്നേക്കാം. അപ്പോൾ അതൊക്കെ ഒരു, പിന്നെ ഇത് ബയ്യേഴ്സ് കൂടുതലുള്ള ഒരു എന്താണ് ചാർട്ട് കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ ഒരു റീസണൊക്കെ നമ്മളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഒന്ന്, ആൾക്കാരിവിടെ ഈ ഷെയർ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്ന ടെൻഡൻസിയാണ്, അതുകൊണ്ട് ഒത്തിരി താഴേക്ക് വീഴാനുള്ള ചാൻസ് കുറവാണ് എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ചിലപ്പം മനസ്സിൽ കരുതണം. ഓക്കെ, പിന്നെ ഇത് പകുതിയിൽ എത്തേണ്ട സാധനം പകുതിയുടെ പകുതിയേ വന്നിട്ടുള്ളൂ. അതിന് പുറകിലേക്ക് നമ്മൾ കണ്ട ആ ഒരു റീസണൊക്കെ ചിലപ്പോൾ ഇവിടെ പ്രതിഫലിച്ചതാവാം എന്ന് ഞാൻ കരുതുന്നു. വന്നിട്ട് പിന്നെ നടക്കുന്ന ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. വരിക, ഇടിക്കുക, വീണ്ടും വരാൻ നോക്കുന്നു, ഇടിക്കുന്നു. അപ്പോൾ അത് മുകളിൽ തന്നെ കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പം വീണ്ടും മുകളിലേക്ക് കയറാനുള്ള ടെൻഡൻസി, നല്ലൊരു ക്യാൻഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് പോകും, മുകളിലേക്ക് പോകും. പിന്നൊരു സംഭവം എനിക്ക് കുറച്ച് നാളായിട്ട് തോന്നിയാണ്, അതായത് അത് ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഇത് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു ചാർട്ടാണെന്ന് വെച്ചു. കൺസോളിഡേറ്റ് ചെയ്യുന്ന ചാർട്ടാണ് ഇത്. സ്ഥിരം ഉള്ള സാധാരണ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇവിടെ വർക്ക് ആവുന്നുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കൊന്ന് പരിശോധിച്ചപ്പോൾ ഒന്ന് തോന്നി. ഇങ്ങനെ ഒന്ന് ബ്രേക്ക് ആയാൽ തിരിച്ച് ഇവിടെ ഇങ്ങനെ വന്ന് മുട്ടിയിട്ട് തിരിച്ച് കയറി പോകാനുള്ള ഒരു ടെൻഡൻസി കൂടി കാണിക്കാറുണ്ട്. ഡീറ്റെയിലോ, അതായത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ചാർട്ട് എപ്പോഴെങ്കിലും ഇപ്പോൾ താഴേക്കാണ് ബ്രേക്ക് ചെയ്ത് ഇറങ്ങുന്നതെങ്കിൽ തിരിച്ചൊന്ന് കയറി വീണ്ടും ഇവിടെ ഒന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും താഴേക്ക് പോകുന്ന രീതിയിൽ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ചാർട്ട് ഇങ്ങനെ കയറി അങ്ങ് പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങി, നമ്മൾ പറഞ്ഞ പോലെ തിരിച്ചിനി ഇവിടെ വന്ന് മുട്ടിയിട്ടാണോ മേളിലേക്ക് പോകുന്നതെന്നുള്ളത് അങ്ങനെ കുറേ ആൾക്കാരുടെ വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇവിടെ വെച്ച് ട്രേഡ് എടുക്കണമെന്നൊക്കെ അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ
ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് കൂടി നമുക്കിനി വരുന്ന ചാർട്ടിലൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ അതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ ഇവിടെ ഈ ലെങ്തിന് പകുതിയിലേക്ക് വരാൻ വന്നില്ല. അതിൻ്റെ റീസൺസ് പുറകിലേക്കുള്ളൊരു ചാർട്ടിൻ്റെ കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ ഇവിടെ വാങ്ങുക എന്നുള്ളൊരു ട്രെൻഡ് കൂടി ഉള്ളത് കൊണ്ട്, പിന്നെ കുറച്ച് സൈഡ് വേസ് നടന്നു. സൈഡ് വേസിനെ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ നല്ലൊരു കയറ്റം അല്ലേ, ഇവിടെ നല്ലൊരു കയറ്റം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ കയറ്റത്തിന് ഇറക്കം വേണമല്ലോ, ഒരു പകുതിയിലേക്ക് ഒരു ഇറക്കം വേണം. ഇവിടെയും പകുതിയിലേക്ക് വന്ന് പോയേക്കുകയാണ്. അതിൻ്റെ റീസൺ പുറകിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ ആ ചാർട്ട് എടുത്ത് വെച്ച് നോക്കിയാൽ അവിടെ എന്തെങ്കിലും റീസൺ ഉണ്ടോ. ഇവിടെ വേറെ സപ്പോർട്ട് എടുക്കാൻ ആണ്ട് ഈ ഏരിയ അവിടെ വരേണ്ടതാണ്, വന്നിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പം തൊട്ടടുത്ത ദിവസം വന്നേക്കാം എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അതായത് 19-ാം തീയതി ഈ ഒരു റേഞ്ചിലേക്കൊക്കെ ഇത് വന്നേക്കാം. ഈ പകുതിയേക്കെങ്കിലും, പകുതി എന്ന് പറയുമ്പോൾ 1096 അല്ലേ, ആ ഒരു റേഞ്ചിലേക്കൊക്കെ തിരിച്ച് വന്നേക്കാം എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, എന്തായാലും നമുക്കത് വെച്ചിട്ട് നമുക്ക് നോക്കാം അടുത്ത 19-ാം തീയതി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇവിടെ പിന്നെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയൊന്നും ബ്രേക്ക് ചെയ്യാനേ സമ്മതിച്ചിട്ടില്ല ഇവിടെ ഈ ചാർട്ട്. അതുകൊണ്ട് അത് രണ്ടും മീൻസ് ആ ഒരു ട്രിക്ക് ഇവിടെ വർക്കായിട്ടില്ല. പിന്നെ ഉള്ളത് ഈ പറയുന്ന കയറ്റം, അതിൻ്റെ പകുതിയെ വന്നിട്ടുള്ളൂ. ഇവിടെയും പകുതിയെ വന്നിട്ടുള്ളൂ. ഇതിന് റീസൺ കിട്ടി, പക്ഷേ ഇതിന് റീസൺ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് 19-ാം തീയതി ഈ പകുതിയെങ്കിലും 1096 താഴെയെങ്കിലും അത് വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് പോകാനുള്ള, അതെല്ലാം എപ്പോഴെങ്കിലും വന്ന് മുട്ടാൻ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. മുകളിലേക്കുള്ള വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞാൽ 1110 ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. 19-ാം തീയതി അങ്ങനെയാണോ നടക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. മൊത്തത്തിൽ മുകളിലേക്കൊരു ട്രെൻഡാണ് കാണിക്കുന്നത് ഇവിടെ എല്ലാം, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയൊന്ന് നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ ആ പുറകിലേക്ക് നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ചാർട്ടിൽ പുറകിലേക്ക് ഇങ്ങനെ ഒരു സംഭവം കണ്ടതുകൊണ്ട്, അതുകൊണ്ട് ഇവിടെ ഇങ്ങനൊരു ചാർട്ട് കിടക്കുന്നത് കൊണ്ട് ഈ ഒരു റേഞ്ചിൽ കിടന്ന് കൺസോളിഡേഷനൊക്കെ നടക്കാനുള്ള സാധ്യത എനിക്കങ്ങനെ തോന്നുന്നു. ഓക്കെ, അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് അറിയില്ല, എങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി 19-ാം തീയതി ഉള്ള ചാർട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്.